ഇന്നത്തെ എന്റെ ഒരു ദിവസത്തിലെ സമയം എങ്ങനെ പോയി എന്ന് നോക്കാം. സമയം പോകാൻ വേണ്ടി പല അടവുകളും ഞാൻ വീട്ടിൽ നിന്ന് എടുത്തു. ശേഷം കൂട്ടുകാരൻ അക്ഷയിലേക്ക് വിളിച്ചിട്ട് പോയി. അവനക്ക് എന്തോ പാൻ കാർഡ് ശരിയാക്കണം എന്ന് പറഞ്ഞു. എന്താണെന്ന് അറിയില്ല, ഇന്നത്തെ ദിവസം ഭയങ്കര ശോകമായിരുന്നു. വീട്ടിൽ പോയിട്ടും പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്ത കാരണം ഞാൻ അവനോട് കുറച്ച് ലേഖാക്കാൻ പറഞ്ഞു. എന്ത് പറയാനാ, അവന്റെ എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. ശേഷം വീട്ടിലെത്തി പുറത്തു പോയി വെയില് കൊണ്ടതല്ലേ എന്ന് പറഞ്ഞ് പൈപ്പിൻ ചുവട്ടിൽ പോയി മുഖം കഴുകാൻ പോയി. പൈപ്പ് പോലും എന്നെ അപമാനിച്ചു വിട്ടു. പൈപ്പിൽ വെള്ളം വേറെ ഒരു ബക്കറ്റിൽ നിന്ന് മുഖം കഴുകി. സമയം എവിടെയും ആയിട്ടില്ല. ഇനിയും കിടക്കണു എന്റെ മുന്നിൽ ഒരുപാട് സമയം. ഞാനിപ്പോൾ എങ്ങോട്ടെങ്കിലും പുറത്തു പോയി എന്ന് വെച്ചാൽ ഷടപട എന്ന പോലെയാണ് സമയത്തിന്റെ പോക്ക്. അതേസമയം ഞാൻ വീട്ടിലിരുന്നാൽ ഇങ്ങനെയാണ് ക്ലോക്കിന്റെ അവസ്ഥ, ഇഴഞ്ഞു നീങ്ങൽ. അങ്ങനെ ഞാൻ ക്ലോക്കിലേക്ക് നോക്കി ചിന്തിച്ചു, എന്റെ ജീവിതം മാത്രമാണോ അതോ മറ്റുള്ളവരുടെ ജീവിതം ഇങ്ങനെയാണോ എന്നൊക്കെ. അയ്യൊരു ചിന്ത എനിക്ക് അധിക നേരം ചിന്തിക്കേണ്ടി വന്നില്ല. അപ്പോഴേക്കും ഞാൻ ഉറങ്ങിപ്പോയി. അങ്ങനെ ഒരു 3 മണിക്ക് എണീച്ചു. അതിന്റെ ഇടയിൽ ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാനും എണീച്ച് 3 മണിക്ക് എണീച്ചപ്പോൾ എനിക്ക് വീണ്ടും വിശക്കാൻ തുടങ്ങി. പക്ഷെ ഒരു കാര്യം, ഫുഡ് കഴിക്കാനും ഒരു പരിധിയൊക്കെ ഉണ്ടല്ലോ. അത് ഞാൻ എന്റെ മനസ്സിനോട് ചോദിച്ചു. അങ്ങനെ ഞാൻ കഴിക്കേണ്ട എന്ന് തീരുമാനിച്ചു. രാവിലെ വിളിച്ചോണ്ട് പോയവൻ വീണ്ടും വന്നു. അവനക്ക് എന്തോ മൊബൈൽ കടയ്ക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ജംഗ്ഷനിൽ നിന്ന് 30 മിനിറ്റ് കളഞ്ഞു. നൈറ്റ് ആയപ്പോ ഞാൻ പഠിച്ച എന്റെ ചെറിയ സ്കൂളിൽ ഇന്ന് ആനുവൽ ഡേ ആയിരുന്നു. അപ്പൊ അതിന് പോയി. ഈ ഒരു ഭാഗത്ത് സ്ക്രീൻ ഉള്ളത് കൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് കണ്ടു. ഞാൻ പിന്നെ സ്റ്റേജ് പ്രോഗ്രാം തിരക്കിന്റെ ഇടയിൽ പോയി ലൈവായിട്ട് കണ്ടു. അതിനിടയിൽ കുറെ പേര് എന്റെ ഫാനാണ്, എന്റെ യൂട്യൂബ് ചാനലിലെ സബ്ബുകാരാണ് എന്നൊക്കെ പറഞ്ഞ് എന്റെ അടുത്തേക്ക് വന്നു. എനിക്ക് വളരെ സന്തോഷമായി. എന്തൊക്കെ പറഞ്ഞാലും പഠിച്ചിറങ്ങിയ സ്കൂളിൽ ഒന്നും കൂടി കേറുമ്പോൾ നമ്മൾക്കൊരു വല്ലാത്തൊരു ഫീൽ ആയിരിക്കും കിട്ടുന്നത്.